സുജി ഇന്ത്യൻ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടല്ലോ, ഇതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്, ഫുഡ് അഗ്രഷൻ. പുറകിലെ ഒരു അവൻ്റെ ഓണർ നിൽക്കുന്നുണ്ട്. അത് ഫുഡ് തിന്നുമെന്നുള്ള പേടിയിലാണ് അവൻ്റെ ആഗ്രഷൻ മുഴുവൻ കാണിക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെ തടയാം? 2 മാസം മുതൽ നമ്മൾ ട്രെയിൻ പ്രോപ്പറായിട്ട് കൊടുക്കുക. അപ്പം തന്നെ നമ്മൾ 2 മാസത്തിൽ തന്നെ കൊടുക്കാൻ ശ്രമിക്കണം. ഇതിപ്പം എൻ്റെ 4 മാസം പ്രായമായിട്ടുള്ള എൻ്റെ ഫീമെയിൽ ഡോഗാണ്, പേര് ഡോറ. അവൾക്ക് ഏകദേശം ഒരു ഒബേഡിയൻ്റെയൊക്കെ ഞാൻ പഠിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ അവൾ ഏകദേശം സെറ്റായിട്ടിരിക്കുകയാണ്. ഫുഡ് എടുക്കരുതെന്ന് പറഞ്ഞാൽ അവൾ എടുക്കില്ല. ഇപ്പം ഞാൻ എടുക്കാൻ പറഞ്ഞത് കൊണ്ടുള്ള തുഴച്ചിലാണ് ഗൈസ് ആണ് കാണുന്നത്. ഭയങ്കര സ്നേഹിയാണ്, ഭയങ്കര പുന്നാരിയാണ്. ഇപ്പോൾ അത് കഴിക്കുന്നുണ്ട്. ഇപ്പം വേറൊരാൾ വളർത്തുന്ന ഡോഗാണിത്. ആൾ കൈ നീട്ടുന്നുണ്ട്. അത് എടുക്കുന്നുള്ള പേടിയിലാണ് അവൻ്റെ മുഖം പോണത്. കണ്ട, കടിക്കോ? കൈ നീട്ടി ചെന്ന് കഴിഞ്ഞാൽ അവൻ കടിക്കും. ഇതാണ് ഫുഡ് അഗ്രഷൻ. ഇത് നമുക്ക് എങ്ങനെ തടയാം? ഇത് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. 2 മാസം മുതൽ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് അവരെ സെറ്റാക്കി എടുക്കണം. ഞാനിപ്പോൾ 3-4 ട്രീറ്റ് അവളുടെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. അത് അവൾ ഓൾറെഡി ട്രെയിനിങ്ങിൽ ഓൾറെഡി സെറ്റായിട്ടിരിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ 4-5 ട്രീറ്റ് അല്ലെങ്കിൽ കൂട്ടി വാരി നമ്മൾ ട്രീറ്റ് വെച്ച് കൊടുക്കരുത്. അങ്ങനെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ അച്ചാരം തിന്നാളെ ഗൈസ്. അതുകൊണ്ട് ഓരോ ട്രീറ്റ് വെച്ചിട്ട് നോ എന്നുള്ള കമാൻഡിൽ നമ്മൾ പഠിപ്പിക്കുക. വന്ന് കഴിക്കുകയാണെങ്കിൽ കഴിക്കട്ടെ, പക്ഷേ അടുത്ത പ്രാവശ്യവും ഒരു 3-4-5 പ്രാവശ്യം അല്ലെങ്കിൽ 10 പ്രാവശ്യം ആയിക്കോട്ടെ, അന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ വോയിസ് റേസ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പം അവർക്ക് മനസ്സിലാവും നമ്മൾ വഴക്ക് പറയണതാണ്. അപ്പം അങ്ങനെയാണ് അവർ ഒന്ന് ഒതുങ്ങണത്. പിന്നെ ട്രീറ്റ് അല്ലേ, നമ്മൾ ഒത്തിരി വെച്ച് കൊടുക്കരുത്. ഓരോ ട്രീറ്റ്, അവർക്ക് ട്രീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ജീവനാണ്. അപ്പം ഓരോന്ന് വെച്ച് കൊടുത്ത് പഠിക്കുമ്പോൾ അവരെ നമുക്ക് എന്താ പറയുക, നമ്മുടെ കൺട്രോളിങ്ങിൽ വരും. പിന്നെ ട്രീറ്റിന് വേണ്ടി അവരനുസരിക്കാൻ ശ്രമിക്കും. അതാണ് ഏറ്റവും വലിയ ഗുട്ടൻസ് ഇതിൽ. പിന്നെ ഓരോ ട്രീറ്റിൻ്റെയും കമാൻഡിൽ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം ഞാൻ ഓരോന്ന് എടുത്തോളാൻ പറയുമ്പോൾ എസ് എന്ന് പറയുമ്പോൾ ആണ് എടുത്ത് കഴിക്കുന്നത്. അടുത്ത ട്രീറ്റിന് വേണ്ടി അവൾ വെയിറ്റിംഗ് ആണ്. അടുത്തത് എസ് എന്ന് പറയുമ്പോൾ അവൾ അടുത്തത് കഴിക്കുന്നുണ്ട്. പിന്നെ വന്ന് മണപ്പിക്കും, പക്ഷെ കഴിക്കില്ല. നോ എന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് അവൾ പുറകിലേക്ക് പോണത്. അപ്പോൾ അടുത്തത് വന്ന് കഴിക്കും. അങ്ങനെ നമ്മൾ ഓരോന്നും ചൂണ്ടിക്കാണിക്കുന്നതാണ് അവൾ കഴിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്യും. അവൾക്ക് ക്ഷമയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യും. പിന്നെ അടുത്തത് അങ്ങനെ പറയും. അങ്ങനെ നമ്മൾ ഓരോന്നും അവരെ ക്ഷമ പഠിപ്പിക്കുക, അവരെ വെയിറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുക. ഒരെണ്ണം കൊടുത്ത ഉടനെ തന്നെ അടുത്തത് കൊടുക്കാൻ ശ്രമിക്കരുത്. ഇത്രയേ ഉള്ളൂ ഫുഡ് ട്രെയിനിങ്ങിൻ്റെ. അടുത്തതെന്ന് പറയാനുള്ളത്, നമ്മൾ ഫുഡ് 3 നേരം 4 നേരം കൊടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഫുഡ് കൊടുക്കുമ്പോൾ അടുത്ത് ചെന്ന് അവരെ തലോടി കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാവും അവരുടെ ഫുഡ് നമ്മൾ എടുക്കില്ല എന്ന്. അങ്ങനെ പകുതിയോളം ഫുഡ് അഗ്രഷൻ മാറും. പിന്നെ അവരെ ഒരുപാട് നേരം ഇടാതിരിക്കാൻ ശ്രമിക്കുക. പുറത്തൊക്കെ കൊണ്ടുപോയി ഒന്ന് അവരുടെ റിലാക്സ് ചെയ്യിപ്പിക്കുക, മിങ്കിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ എൻ്റെ കുട്ടി കൈ തരുന്നത് കണ്ടോ ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ ബൈ, ടാറ്റാ.